friends, welcome back to my channel, your online teacher. മക്കളെ, നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% വരാൻ സാധ്യതയുള്ള മൈക്രോ എക്കണോമിക്സിലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പ്രോബ്ലമാണ് ചെയ്യുന്നത്. 4 മാർക്കിന് ചോദിച്ചാൽ സുന്ദരമായിട്ട് നമുക്ക് എഴുതാം. 4 മാർക്ക് സ്കോർ ചെയ്യാം. വെറുതെ തിയറി 4 മാർക്കിന് എഴുതിയ സമയം കളയണ്ട. ഈ പ്രോബ്ലം അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രോബ്ലം കാണുമ്പോൾ കാര്യം പേടിയാവുമെങ്കിൽ സിമ്പിൾ പ്രോബ്ലം ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് QD = 100 - 2P എന്നാണ്. ആയിക്കോട്ടെ. QS = 10 - 2P എന്നാണ്. അതും ആയിക്കോട്ടെ. ബാക്കി അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇഫ് QD QS എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ആണെങ്കിൽ ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാനാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്താ പ്രത്യേകത? അറ്റ് ഇക്വിലിബ്രിയത്തിലെ ഡിമാൻഡ് എന്ന് പറയുന്നതും സപ്ലൈ എന്ന് പറയും QD = QS ആണ്. ഡിമാൻഡും സപ്ലൈയും ഇക്വിലിബ്രിയത്തിൽ ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ, ഡിമാൻഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡിമാൻഡിൻ്റെ ഇക്വേഷൻ QD = 100 - 2P എന്നല്ലേ? അതിവിടെ എഴുതാം. 100 - 2P ഈക്വൽ. സപ്ലൈയുടെ ഇക്വേഷൻ എന്താ? 10 + 2P 10 + 2P. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞ് ഇത് ചുമ്മാ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ 6 7 പഠിച്ചിട്ടില്ലേ? ഈക്വൽ ടൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുപോകാൻ നമ്പേഴ്സിനെയൊക്കെ ഒരു സ്ഥലത്താക്കുക, ലെറ്റർ ചേർന്ന് വന്നതിനെയൊക്കെ മറ്റൊരു സ്ഥലത്താക്കുക. അപ്പോൾ 100 ഇവിടെ കിടക്കുന്ന 10നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അത് ഈക്വൽ ടൂടെ ഇപ്പുറത്തേക്ക് ഒരു മൈനസ് ആകും. സോ -10 ഈക്വൽ. ഈ -2Pനെ ഇങ്ങോട്ടും കൊണ്ടുപോകാം. അവിടെ ഓൾറെഡി ഒരു 2P ഉണ്ട്. -2P അങ്ങോട്ട് പോകുമ്പോൾ +2P ആകും. സോ നമുക്ക് എന്ത് കിട്ടും? 90 = 4P. therefore P = 90 / 4 22.5. സോ അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 22.5 ആണ്. തീർന്നില്ല. നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണണം അല്ലേ? അപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ 100 - 2P എന്നതിലോ അല്ലെങ്കിൽ നമ്മുടെ 10 + 2P എന്ന ഇക്വേഷനിലോ Pൻ്റെ വാല്യൂ ഉണ്ടല്ലോ, Pൻ്റെ വാല്യൂ ഈ 22.5 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? 10 + 2 × 22.5, അതായത് 10 + 45, അതായത് 55 ആണ് നമുക്ക് എന്ത് കിട്ടുക? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ പ്രോബ്ലം നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. താങ്ക് യു.